ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ വീക്കെൻഡ് ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ആരും എലിമിനേറ്റ് ആയിട്ടില്ല. പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അഭിലാഷാണ് കേട്ടോ. എൻ്റെ എനിക്ക് വേറെ ഒരുപാട് കണ്ടസ്റ്റൻസിനെ അതിൽ ഇഷ്ടമല്ല എങ്കിലും എനിക്ക് എലിമിനേഷനിൽ വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അഭിലാഷാണ്. കാരണം എൻ്റെ ഒരു കൺസെപ്റ്റിൽ ആ ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ യാതൊരു തരത്തിലുള്ള കോൺട്രിബ്യൂഷനും നൽകുന്നില്ല. ഇപ്പൊ നമുക്ക് ഒനീലുമായിട്ട്, അതായത് അടുത്ത സുഹൃത്തായിട്ടുള്ള ഒനീലുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടെ അഭിലാഷിന്റെ ഗെയിം വളരെ ഡൗൺ ആണ്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒനീലും അഭിലാഷും ഒരുമിച്ച് നിന്ന് ഒരാളോട് ഫൈറ്റ് ചെയ്യുന്നു എന്നല്ലാതെ അതിനകത്ത് യാതൊരു തരത്തിലുള്ള കണ്ടന്റും അഭിലാഷ് കൊടുക്കുന്നില്ല. കുശുമ്പും കുന്നായ്മയും അല്ലാതെ വേറൊന്നും അഭിലാഷിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ 2 വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഈ കുശുമ്പും കുന്നായ്മയും മാത്രമാണ് അതിനകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ പലരും പറയുന്നത് വെച്ചാൽ കുത്തിത്തിരിപ്പിന്റെ ആശാത്തിയായിട്ട് ഭിന്നിയാണ് പലരും കാണുന്നത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഭിന്നിയെക്കാളും വലിയ കുത്തിത്തിരിപ്പുകാരൻ ശരിക്കും വേണമെങ്കിൽ അഭിലാഷാണ് കേട്ടോ. അഭിലാഷിന് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തോ ഒരു ഫ്രസ്ട്രേഷൻ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അത് പുറത്തേക്ക് വരുന്നില്ല. അത് പറയാനും പുള്ളിക്ക് വലിയ താല്പര്യമില്ല. പുള്ളി ചിലപ്പോഴൊക്കെ ഒരു നന്മമരാകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നന്മമരമാകാൻ ഞാൻ നല്ല കാര്യങ്ങൾ പറയുന്നു, പിന്നെ ഒരു പ്രോഗ്രസീവ് തോട്ടിലോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം പാളിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇതിലും ഭേദം അനുമോളുടെ ഒക്കെ ഗെയിമാണ്. കാരണം അനുമോളൊക്കെ ഉള്ളത് വെട്ടി തുറന്ന് പറയുന്നത് ചിലപ്പോൾ അബദ്ധവും ചിലപ്പോൾ നല്ലതും. അതൊക്കെ കണ്ടന്റ് ആയിട്ട് പോവുകയാണ്. ബിഗ് ബോസിന് ലാലേട്ടൻ ചോദിക്കുന്നു, പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നു. ഇവിടെ അഭിലാഷിന്റെ എന്ത് കാര്യമാണ് പ്രേക്ഷകർ ചർച്ച ചെയ്ത്? അതാണ് ഇന്ന് വീക്കെൻഡിൽ നമ്മൾ കണ്ട ലാലേട്ടൻ എടുത്ത് ചോദിച്ച ഒരു കാര്യം. അത് വീഡിയോ ആയിട്ട് കാണിച്ചു. വളരെ നല്ല കാര്യം. കുറച്ച് നാളുകളായിട്ട് ഈ ഒനിയിലും അതുപോലെ തന്നെ അഭിലാഷും കൂടി ഈ കുശുമ്പും കുന്നായ്മയും അവരെ കൂടാതെയുള്ള മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും കുറിച്ചിട്ട് ഇവരെ കൂടുതൽ അവരെ എങ്ങനെയാണ് ഇതിനകത്ത് നിൽക്കുന്നത്, അവരുടെ ക്യാരക്ടർ എന്താണ്, അവരിലേക്ക് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ, അടുത്ത ആഴ്ച ആരാണ് എലിമിനേറ്റ് ആകാൻ കൂടുതൽ ചാൻസ്, ഇതൊക്കെയാണ് അവർ ചർച്ച ചെയ്യുന്നത്. മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒന്നും ഇങ്ങനെ ചർച്ച ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അവരൊക്കെ ചർച്ച ചെയ്യുന്നത് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് പോകുന്നത്. ഇപ്പം അനുമോളാണെങ്കിലും ആതിരയാണെങ്കിലും അവരെല്ലാവരും, അനീഷ്, ഷാനസ്, അവരൊക്കെ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അവർ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരാണ് രാത്രിയാകുമ്പോൾ ഒരു ബീൻ ബാഗ് ഇടും, ഒരാൾ ഒരു ഒരു തൂങ്ങിയെടുക്കുന്ന ഒരു ചെയർ പോലത്തെ ഒരു ഇതുണ്ടല്ലോ, ഒരു കൊട്ട, അതിലിരിക്കും രാത്രിയായി. പിന്നെ ഇവർ തമ്മിൽ ഈ ഓരോരുത്തരെ ഈ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഓരോരുത്തരെ വിലയിരുത്തുന്നത്. ഇപ്പം ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ഇവർ ചർച്ച ചെയ്യുന്ന 2 കണ്ടസ്റ്റൻ്റാണ്. ഒന്ന് ജിസേലും ഒന്ന് ആര്യനും. പ്രധാനമായിട്ടും അവരുടെ ഒരു റിലേഷൻ, അത് ഇവരിപ്പോൾ ചർച്ച ചെയ്ത് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ പ്രണയത്തിലാണ്, ലവ് ട്രാക്ക് പിടിക്കുകയാണ്. അത് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇവർ തന്നെയല്ലേ അനുമോള് ഈ ഇവരെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അനുമോൾക്ക് എതിരെ നിന്നിട്ട് ഷൗട്ട് ചെയ്തൊരു വ്യക്തിയാണ് അഭിലാഷ്. അതിൽ ഏറ്റവും വലിയ രസമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ ഈ അനുമോള് ഈ ഒരു പുതപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജിഷിനാണ്. അന്ന് ജിഷിൻ ഇതിനകത്തോട്ട് വൈൽഡ് കാർഡായിട്ട് കടന്നിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ ജിഷിനാണ് മുന്നോട്ട് വന്ന് ഡെമോൺസ്ട്രേഷനൊക്കെ വേണ്ടി നിന്നത്. അപ്പൊ പക്ഷെ ഇന്ന് വന്നിട്ട് ജിഷിൻ ഭയങ്കര നന്മന്മാരായി. അവരെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് ജിഷിൻ വളരെയധികം വാചാലനാണ് ഞാൻ കണ്ടത്. പക്ഷെ ഈ എപ്പിസോഡ് കഴിഞ്ഞ് കുറച്ച് നമുക്ക് കാണിക്കുമല്ലോ അതിനകത്ത് എന്താ നടക്കുന്നത്. അപ്പോൾ ഒനിയിലും അഭിലാഷും ജിഷിനെതിരെ സംസാരിക്കുന്നത് കേട്ടു. കാരണം നീ ഇതൊക്കെ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ മുന്നിട്ട് നിന്ന ആളാണ് അനുമോളുടെ കൂടെ, എന്നിട്ടാണ് ഇപ്പൊ നീ ഇത് ഞങ്ങൾക്ക് എതിരെ ആയിട്ട് ഇത് പ്രയോഗിച്ചതെന്നുള്ളത്. പക്ഷെ ഇവർക്ക് എവിടെയാ പാളിച്ച പറ്റിയെന്ന് വെച്ചാൽ ഇവര് പറയുന്നത് ലവ് ട്രാക്ക് ആണ്, അല്ലെങ്കിൽ ഇവര് ജിഷേലിന്റെ ഒപ്പം ഈ ആര്യൻ നടന്നാല്, ആര്യൻ വളരെ നല്ല ഒരു കണ്ടസ്റ്റന്റ് ആണ്, വളരെ നന്നായി കളിക്കാൻ അറിയുന്ന ഒരാളാണ്. ഇവളുടെ ഈ ഫ്രണ്ട്ഷിപ്പിൽ വിട്ട് അവന്റെ ഗെയിമും മോശമാവുന്നു, പ്രേക്ഷകരുടെ ഇടയിലേക്ക് അവനൊരു നെഗറ്റീവ് ഇമേജ് വരുന്നു. അങ്ങനെ ആര്യൻ പെട്ടെന്ന് പുറത്തായി പോകും. അതാണ് ബിഗ് ബോസിലെ എല്ലാ സീസണിലും കണ്ടുവരുന്ന ഒരു കാര്യം എന്നാണ് ഇവർ ചർച്ച ചെയ്തത്. ഇവിടെയാണ് ബിഗ് ബോസിന് ദേഷ്യം വന്നിട്ടുണ്ടാവുക. കാരണം ബിഗ് ബോസിന്റെ അകത്ത് ഇങ്ങനെ ലവ് ട്രാക്ക് പിടിക്കുകയും അതിൽ നിന്ന് ആ മെയിൽ കണ്ടസ്റ്റൻസ് പെട്ടെന്ന് ഔട്ടായി പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ബിഗ് ബോസിന് തന്നെ ഒരു മാനക്കേടാണ് അല്ലേ? അത് ലവ് ട്രാക്ക് അവരങ്ങനെ ആ രീതിയിൽ കാണിക്കുന്നത് കൊണ്ടല്ലേ ഇത് കൂടുതൽ ഇഫക്റ്റ് ആവുന്നതെന്നൊക്കെ ബിഗ് ബോസിന് തോന്നി കാണും. അതുകൊണ്ടാണ് ബിഗ് ബോസ് ഇത് എടുത്ത് കാണിച്ചത്. കുറച്ച് നാളുകളായിട്ടുണ്ട് ഇവർ ഇങ്ങനെ ചർച്ചകൾ തുടങ്ങിയിട്ട്. പക്ഷേ ഇത് ബിഗ് ബോസ് വിട്ട് കളഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇന്ന് അത് എടുത്ത് കാണിക്കാൻ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അതിനകത്ത് അടുത്ത ആഴ്ചത്തേക്ക് ഈ ഒരു കാര്യം മാത്രം മതി അതിനകത്ത് വളർത്തിടിക്കാനും പുതിയ കണ്ടന്റുകൾ ഉണ്ടാകാനും ഓരോരുത്തരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴാനൊക്കെ. ഇപ്പോൾ ഒനിലിന്റെ മുഖം മൂടി, അഭിലാഷിന്റെ മുഖം മൂടി ഒക്കെ അഴിഞ്ഞു വീണു.
ഇവരൊക്കെ അനുമോളെ ഒറ്റപ്പെടുത്തിയുള്ള ഇതും പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇവര് അവിടെ കളിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവർക്ക് ഇപ്പൊ ഭയങ്കരമായിട്ട് അത് കൊണ്ടു. പ്രത്യേകിച്ച് നെവിൻ പറഞ്ഞ ഒരു കാര്യമാണ് ഇവർക്ക് ശരിക്കും ആയിട്ടുള്ളത്. ഇവര് ഭയങ്കര ഫ്രണ്ട്സ്. ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ ലാലട്ട ഇവര് ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും. ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവര് ഒരു പുതപ്പ് പോച്ച് രണ്ടുപേരും കിടക്കുന്നു. അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ അവർ വളരെ ക്ലോസ് ആയി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് നെവിൻ പറഞ്ഞത്. പക്ഷേ അത് ശരിക്കും കൊണ്ടത് അഭിലാഷിനും ഒനിയലിനുമാണ്. കാരണം അനുമോള് പറഞ്ഞ രീതിയിലായിട്ട് ഇവരുടെ ഈ ഒരു കാര്യം മാറ്റപ്പെടുന്നു എന്നുള്ളത് ഇവർക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു. പ്രത്യേകിച്ച് പ്രോഗ്രസീവ് തോട്ടിന്റെ ആശാനയുടെ ഒനിയിൽ അത് ഭയങ്കരമായിട്ട് കൊണ്ടു. അതുകൊണ്ടാണ് നെവിൻ ഇതിനെ വളച്ചൊടിച്ച് ഇവർ പറഞ്ഞ കാര്യത്തിനെ മറ്റൊരു രീതിയിലാക്കി എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് വിമർശിക്കുന്നത്. അതുപോലെ ജിഷിനെ വിമർശിച്ച ഒരു കാര്യം ഇങ്ങനെയാണ്. ജിഷിൻ അവിടെ നല്ല പിള്ള ചമഞ്ഞു, നന്മമാരാവാൻ ശ്രമിച്ചു. ആദ്യം ഇത് ഡെമോൺസ്ട്രേഷൻ ചെയ്യാനായിട്ട് അനുമോളുടെ ഒപ്പം നിന്നൊരു വ്യക്തിയാണ് ജിഷിൻ. അത് സത്യമാണ് കേട്ടോ. അത് അഭിലാഷ് ഒന്നിലും പറഞ്ഞു വളരെയധികം സത്യമാണ്. ജിഷിനാണ് ശരിക്കും അനുമോളുടെ കൂടെ നിന്ന് ഇത് ആദ്യം പറഞ്ഞത്. ഞാൻ കണ്ടു എന്നാണ്. പിന്നെ ലാലട്ട് എടുത്തെടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അനുമോൾ ഒന്നുകൂടെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു ഇവർ കിസ് ചെയ്ത് കണ്ടു. അത് നമ്മൾ കണ്ടിട്ടില്ല. അവര് എന്താണ് ബെഡിൽ നിന്ന് പുതപ്പ് മാറ്റി എഴുന്നേറ്റ് വരുന്നതും ജിസേൽ ഡ്രസ്സ് ശരിയാക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. അത്രയും മലയാളികൾക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. സാധാരണ നല്ല രീതിയിൽ ജീവിച്ചു പോകും. നല്ല രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതൊന്നും കാണാനുള്ള ആഗ്രഹമില്ലാത്ത കുറെ മലയാളികൾ ഇതിനെ എതിർത്തിട്ടുണ്ട്. പക്ഷെ വളരെയധികം പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന പുതിയ ജനറേഷൻ ഇതൊന്നും അത്ര പ്രശ്നമുള്ള കാര്യമല്ല. ഈ ബിഗ് ബോസ് പോലുള്ള ഒരു പരിപാടികളൊക്കെ ബഹുഭൂരിപക്ഷം കാണുന്നതും ഈ 2000-ന് ശേഷമൊക്കെ ജനിച്ചിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണുമ്പോൾ വലിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു ജനറേഷനൊക്കെ പുറകിലോട്ട് പോകുന്ന ആൾക്കാർക്ക് അവരുടെ ജനറേഷനിൽ ഇതൊക്കെ വലിയൊരു കാര്യമാണ്. ഒരാണും പെടും പുതപ്പ് മൂടി അതിനകത്ത് കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് അവർ ഉമ്മ വെച്ചു എന്നല്ല, അത് അങ്ങനെ കിടക്കും തന്നെ തെറ്റാന്ന് ചിന്തിക്കുന്ന ഒരു ജനറേഷനാണ്. അപ്പോൾ ജനറേഷനുകൾ തമ്മിലുള്ള ഒരു ആശയക്കുഴപ്പമാണ് ഈ ബിഗ് ബോസിനകത്ത് ഇതൊക്കെ ഒരു ചർച്ചാ വിഷയമാവുന്നത്. ഇപ്പോൾ അനുമോള് അങ്ങനെ ചിന്തിച്ചത് അനുമോളുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കുട്ടികൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അനുമോളെ ഈ സദാചാരം പറഞ്ഞു നടക്കുന്ന ഒരു അമ്മായി എന്ന രീതിയിലൊക്കെ തള്ളുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സദാചാര അമ്മാവൻ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഒനിയിലും അഭിലാഷാണ് അതിനകത്തുള്ളത്. ഒനിയിൽ ഒരു ന്യൂജൻ അമ്മാവൻ എന്ന രീതിയിൽ ഒരു കപട മുഖം ധരിച്ചാണ് അതിനുള്ളിൽ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജിസേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഒനിയലിന് ഫ്രണ്ട്ഷിപ്പിനേക്കാളും കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിലേക്ക് ആര്യൻ വലിഞ്ഞു കയറുന്നത് ഒനിയലിന് തീരെ താല്പര്യമില്ല. ഒനിയലിന് ജിസേലുമായിട്ട് വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ജിസേല് പിണങ്ങുകയോ അല്ലെങ്കിൽ ജിസേലിന്റെ കുറെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും എതിരായിട്ട് പറയുമ്പോഴോ ഒനിയിൽ പോയിട്ട് ആശ്വസിപ്പിക്കാനും ഒനിയിൽ അത് വ്യക്തമായിട്ട് ക്ലിയർ ചെയ്യാനും ജിസേലിന്റെ അടുത്ത് പോയിരിക്കും. ജിസേലിന്റെ അടുത്ത് ഇന്നവർക്ക് ഷൗട്ട് ചെയ്യോ അല്ലെങ്കിൽ അതായത് നമ്മുടെ ലക്ഷ്മിയോട് ഷൗട്ട് ചെയ്യണ പോലെ അനുമോളോട് ഷൗട്ട് ചെയ്യുന്ന പോലെ ആദിലയോടോ ന്യൂറയോടൊക്കെ ഷൗട്ട് ചെയ്യുന്ന പോലെ ഒന്നും ഒനിയില് ജിസേലിന്റെ അടുത്ത് ഷൗട്ട് ചെയ്യണം നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ആശയ കുഴപ്പം തോന്നുകയാണെങ്കിൽ അത് അടുത്ത് പോയിരുന്ന് അത് സോൾവ് ചെയ്യുമെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞത് ഒനിയലിന് ഒരു സോഫ്റ്റ് കോർണർ എപ്പോഴും ജിസേലിന്റെ അടുത്തുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഒനിയലിന്റെ വായിൽ നിന്ന് വന്നത് ജിസേലിന് അത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ജിസേൽ ആകെ ഡെസ്പായി പോയത്. ആര്യൻ പിന്നെ കുറച്ചും കൂടെ ആര്യൻ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ആര്യൻ ഇരിക്കുന്നത്. അവിടെ വെച്ച് തന്നെ പറഞ്ഞു നമുക്ക് ഫ്രണ്ട്ഷിപ്പ് നമുക്കറിയാം, അതുകൊണ്ട് നിന്റെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ജിസ് തന്നെ ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുകയാണ് ചെയ്തത്. അത് ആര്യന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ആര്യൻ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് അത് എന്തായാലും ആര്യന്റെ ഒരു നല്ലൊരു ഗെയിമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആര്യന് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്ത് വോട്ട് കൂടി വരികയാണ്. ആര്യന് ജിസേലിന്റെ ഇത് കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെയാണ് അഭിലാഷിന്റെയും ഒനിയലിന്റെ ഒക്കെ ഇത് കുറഞ്ഞു വരികയാണ്. പ്രേക്ഷക പിന്തുണയൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയത്. അതുകൊണ്ട് കളികൾ ഇനി മുന്നോട്ട് പോകും തോറും ആളുകളുടെ ഇഷ്ടം കൂടി കുറഞ്ഞൊക്കെ വരും. ആര്യനൊക്കെ കയറി വരും. അതുപോലെ അക്ബർ ചിലപ്പോൾ ഇടിയാൻ ചാൻസ് ഉണ്ട്. അനുമോൾ ഇതേ രീതിയിൽ പോകണമെന്ന് വെച്ചാൽ വളരെയധികം പ്രേക്ഷക പിന്തുണ പുറകോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പൊ കണ്ടന്റ് കൊടുക്കാനായിട്ട് അനുമോൾ മുന്നോട്ട് വരുന്നില്ല. അനീഷ് ഒന്ന് താഴ്ന്നാർന്ന് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഷാനവാസിന്റെ ഒരു ഗെയിം ഉണ്ടല്ലോ, ഷാനവാസിന്റെ ഗെയിം എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം ഗെയിമാണ്. ശരിക്കും ഒരു സീരിയൽ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചില സമയത്ത് ഒരു ഇക്കയാവും, ചില സമയത്ത് നല്ലൊരു ഫ്രണ്ടാവും, ചില സമയത്ത് നല്ല ഒരു കുടുംബസ്ഥനാവും. ഇതേ രീതിയിലുള്ള ഒരു പാറ്റേണാണ് ഷാനവാസ് കളിച്ചു പോകുന്നത്. അത് ചില കുടുംബ പ്രേക്ഷകർ വളരെയധികം ഇഷ്ടപ്പെടും. പക്ഷെ ഷാനവാസിന്റെ ഒരു ഗെയിം അങ്ങനെയാണ്. ഷാനവാസ് അനീഷോട് കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ആത്മാർത്ഥമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആത്മാർത്ഥമായിട്ട് എവിടെയും തോന്നിയിട്ടില്ല.
പക്ഷെ അത് ചില ആൾക്കാർ ഭയങ്കര ആത്മാർത്ഥമാണ്, അനീഷാണ് അത് നല്ല വ്യക്തി അല്ലാത്തതെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. അവിടെയാണ് ഷാനവാസിന്റെ ഒരു എന്താ പറയുന്നത് ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതുപോലെ ആദിലയുടെയും നൂറയുടെ അടുത്ത് എത്രയോ എതിർപ്പുകളോട് നിന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ അവരായിട്ട് നല്ല പാച്ചപ്പിലായി, അവർ നലിക്ക എന്നുള്ള രീതിയിലോട്ട് വന്നു. അപ്പോൾ ഇതേപോലെ പല കാര്യങ്ങളും ഷാനവാസിന്റെ തന്ത്രങ്ങളാണ്. ഷാനവാസിന്റെ ഗെയിമിന് ഒരുപാട് ആഡ് ചെയ്യുന്നുണ്ട്. ഗെയിം ഷാനവാസിന്റെ പ്രേക്ഷക പിന്തുണ കുറയാതെ പിടിച്ചു നിർത്താൻ ഷാനവാസിന് കഴിഞ്ഞു. അതുപോലെ അനീഷിനും എത്രയൊക്കെ അനീഷ് എന്തൊക്കെ ചെയ്താലും അനീഷിനോട് ഒരു ഇഷ്ടം പ്രേക്ഷകർക്ക് കൂടുതലുണ്ട് എന്നുള്ളത് തന്നെ ഉറപ്പാണ്. അനീഷ് ഇത്രയും ഒരു അതായത് കോമണറായിട്ട് പോലും ഇത്ര അധികം പ്രേക്ഷക പിന്തുണ കിട്ടുന്നത്. അതേപോലെ തന്നെ അനുമോൾ എന്തൊക്കെ പൊട്ടത്തരങ്ങൾ ചെയ്ത് അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അതേപോലെ ചിന്തിക്കുന്ന ഒരുപാട് പെൺകുട്ടികളും കുറെ അമ്മമാരും ഒക്കെ ഉണ്ട്. അവരുടെ വോട്ട് എന്തായാലും അനുമോൾക്ക് കിട്ടുന്നത് ഉറപ്പാണ്. അപ്പൊ ഇവരെ കഴിഞ്ഞിട്ട് ജിസേലും ആര്യനൊക്കെ ഉയർന്നു വരുള്ളൂ, അക്ബറും ഒക്കെ ഉയർന്നു വരുള്ളൂ. അക്ബറിനെ ഉയർത്താനായിട്ട് ബിഗ് ബോസ് ഒരുപാട് ശ്രമിക്കണം. അത് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഉറപ്പാണ് അക്ബറിന് ഒരു പ്രൊമോഷൻ ബിഗ് ബോസിന്റെ അടുത്തുനിന്ന് വരുന്നുണ്ട്. അക്ബറിന് ഇപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ അക്ബറിന് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ വളരെ സന്തോഷം ബിഗ് ബോസിനുണ്ടാവും. ഇത് ആദിലേക്ക് കിട്ടിയതാണ് ആദിലിൽ നിന്ന് പിൻവലിച്ചത്. കാരണം ആദിലെ ജയിലിലേക്ക് ഇട്ട ഒരു വ്യക്തിക്ക് തന്നെ ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കുക മോശമാണ്. അത് അവർ ഗ്രൂപ്പിസം കളിച്ചു എന്നാണ് ലാലേട്ടൻ പറയുന്നത്. സത്യമാണ് കേട്ടോ. അത് അവരെല്ലാവരും ഗ്രൂപ്പിസം കളിച്ചിട്ട് അത് ആദിലേക്ക് കൊടുത്തു തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആദിലേക്ക് അതിന് അർഹതയില്ല എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. അങ്ങനെ തന്നെയാണ്. ആദിൽ അത്ര നന്നായി കളിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച ഫുൾ ആദിൽ ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. അപ്പൊ എന്തായാലും എൻ്റെ ഞാൻ പറഞ്ഞു തന്നത് അഭിലാഷ് കുത്തിത്തിരിപ്പുമായിട്ട് എത്ര നാള് മുന്നോട്ട് പോകുന്നതാണ്. ഇപ്പൊ അഭിലാഷ് നാളെ വീക്കെൻഡ് എപ്പിസോഡിൽ എലിമിനേറ്റ് ആയിട്ടില്ലെങ്കിൽ ഇനി അഭിലാഷിന്റെ ഗെയിം ഏത് രീതിയിലായിരിക്കും? ഈ ഒനിയിലുമായിട്ടുള്ള ഈ കുശുമും കുന്നായും പറയാതെ അഭിലാഷിന്റെ ഭാഗത്തുനിന്ന് എന്ത് കോൺട്രിബ്യൂഷനാണ് ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാകുക എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മിക്കവാറും കാണാൻ അത് ചാൻസ് ഇല്ല. നാളത്തെ എപ്പിസോഡ് എന്തായാലും അഭിലാഷ് ഔട്ട് ആവാനാണ് ചാൻസ്. കാരണം അഭിലാഷിന്റെ ഉള്ള ഒരു സപ്പോർട്ട് പുറത്തൊന്നും കാണുന്നില്ല. ആരും തന്നെ ചർച്ച ചെയ്യുന്നില്ല ഈ അഭിലാഷിന്റെ ഗെയിമിനെ കുറിച്ചിട്ടൊന്നും. അതായത് അഭിലാഷിന് അതിന് മനസ്സിലാവണില്ല എന്ത് ഗെയിമാണ് അതിനകത്ത് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഒരുപാട് വഴക്കൊക്കെ അടിച്ച് ഷാനവാസൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് ഹീറോയിസ് എടുത്തു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് വന്ന് ഒരു ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ആദ്യത്തെ ഒരു വീക്കിൽ തന്നെ ഭയങ്കരമായിട്ട് മാൻലി ഞാൻ ഭയങ്കര ഹീറോ ആവും എന്ന് വിചാരിച്ച് വന്ന് കളിച്ചപ്പോൾ ബിഗ് ബോസ് ഒന്ന് കളി മാറ്റിയപ്പോൾ പതറിപ്പോയതാണ് അഭിലാഷ്. അന്ന് ഈ പതറിച്ച ഇന്ന് വരെ അഭിലാഷിന് പിടികിട്ടിയിട്ടില്ല. ഇങ്ങനെ ഗെയിം എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അഭിലാഷ് ഔട്ടായി പോട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒനിൽ വേണമെങ്കിൽ നിൽക്കട്ടെ, ഒനിൽ നിൽക്കണം. കാരണം എന്നറിയോ, ഒനിൽ നിന്നാലേ ജിസേലിൻ്റെയും ആര്യൻ്റെയും ഗെയിമിന് ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. കാരണം ജിസേലിനെ മാറ്റാനായിട്ട് പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് അതിൽ ഒനിയിലാണ്. അതുകൊണ്ട് ഒനിയിൽ അവിടെ ഒരു 2 ആഴ്ച കൂടെ നിൽക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.